എൻ്റെ പേര് വർഗീസ് തളിയൻ. അങ്കമാലിക്കടുത്ത് വാതക്കാട് ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ മാസം 9-ാം തീയതിയാണ്. ആദ്യമായി തന്നെ കൃപാസന അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വേദിയിൽ നിന്ന് ഈ കൊച്ചു സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനായിട്ട് അവസരം തന്ന പരിശുദ്ധ അമ്മയെ, കൃപാസന അമ്മയെ, അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കൂടിയാണ്. വളരെ മോശമായ രീതിയിൽ കൂടി നമ്മുടെ കൃപാസനത്തെയും നമ്മുടെ ജോസഫ് അച്ഛനെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത്. മോശമായുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവരും വേഗത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. അത് നന്നായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതിനുശേഷം തുടർന്ന് ഞാൻ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ആ പത്രത്തിൽ കൂടി പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. തുടർന്ന് ഈ പുണ്യഭൂമിയിൽ എത്രയും വേഗം, ഞങ്ങൾ UK-യിലാണ് ജീവിക്കുന്നത്, ഇത് എൻ്റെ മകളാണ്, അപ്പോൾ എത്രയും വേഗം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. തുടർന്ന് ഈ നവംബർ മാസത്തിലാണ് ഞാനിവിടെ വരുന്നത്. വന്ന് അന്ന് തന്നെ ഉടമ്പടി എടുക്കുകയും ഇവിടെ നിന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ UK-യിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ ശരീരത്തിൽ ഏകദേശം ഒരു 26 വർഷങ്ങൾക്കധികമായിട്ടുണ്ട് ഒരു വാതക്കുരു എന്ന് പറയും, നമ്മുടെ കക്ഷത്തിലും ഒടിയിലൊക്കെ ഉണ്ടാകുന്ന ഒന്ന്. പക്ഷേ അത് വന്നിട്ട് ഈ 26 വർഷങ്ങളായിട്ട് പോലും എൻ്റെ ശരീരത്തിൽ നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നില്ല. അത് കലച്ച് വല്ലപ്പോഴും പഴുക്കും, പക്ഷേ സൈസ് എപ്പോഴും ഒരേപോലെ നിലനിന്നിരുന്നു. ഉടമ്പടി എടുത്തുകൊണ്ടതിന് ശേഷം എനിക്ക് ലഭിച്ച ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും പുരട്ടിയതിന് ശേഷം ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പരിപൂർണമായ സൗഖ്യം എനിക്ക് ലഭിച്ചു. അതായത് അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ശരീരത്തിൽ അതിൻ്റെ പാട് പോലും അവശേഷിക്കുന്നില്ല ഇന്ന്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് ഇവിടെ പറയാനുള്ളത്. അതിനു മുമ്പ് ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു, ആയുർവേദ വൈദ്യന്മാരെ കാണിച്ചിരുന്നു, അവർ പല ട്രീറ്റ്മെൻറ്റുകൾ എനിക്ക് നിർദ്ദേശിച്ചിരുന്നു, ഞാൻ പലതും ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതൊന്നും എന്നെ സൗഖ്യപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല. പക്ഷേ അമ്മയുടെ കാരുണ്യം കൊണ്ട് അതെനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അടുത്തതായിട്ട് എൻ്റെ മകളുടെ സാക്ഷ്യമാണ്. അത് അവൾ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. Hi, my name's Amy. I'm from the UK. I only know a little bit of Malayalam, so I'm speaking in English. In the UK, it is very hard to pass your driving test on your first attempt. Many people pass their driving test on their second, third, or fourth, or fifth attempt. I booked my driving test in April this year. And in the previous driving lessons that I did, I wasn't feeling very confident to do my test. But on the day of my driving test, my dad told me, if you are willing to testify at Krubasanam, that is by Krubasanam's grace that you pass this test on your first attempt, you will pass. And so I said, okay, I promise to testify if I pass my driving test. And so 1 hour before my driving test, I went to practice with my driving instructor, and everything went horrible. I was making mistakes that I never made before. And then I was thinking about driving myself back home because I thought there was no hope. But then I prayed to Krubasanam Amma, and I said, it is only by your grace that I can pass this driving test. And so before my test, my dad put the Krubasanam oil and salt on me and prayed for me. And then I saw my examiner walk through the door, and throughout my exam, she was very kind and very supportive. And as my exam started, everything went very smoothly, and I passed my driving test on my first attempt, thanks to the grace of Krubasanam Amma. ഇത് വന്നിട്ട് എൻ്റെ മോള് പറഞ്ഞത് UK-യിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അപ്പോൾ ഞാൻ മകൾക്ക് മാതാവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് മോളോട് പറഞ്ഞു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിനക്ക് തീർച്ചയായിട്ടും വിജയിക്കും, ഇവിടെ വന്ന്
അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ, ഇതാണ് മോളോട് പറഞ്ഞത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഉറപ്പായിട്ടും നടക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും. ഞാൻ ഉടൻ തന്നെ മോളുടെ ശിരസിലെ തൈലം വെച്ച് പ്രാർത്ഥിച്ച് മകളെ പരീക്ഷയ്ക്ക് പറഞ്ഞയച്ചു. അവൾ എന്നോട് പ്രോമിസ് ചെയ്യുകയും ചെയ്തു, പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കുമെന്ന്. പക്ഷേ അവൾ അതുപോലെ തന്നെ പോയി. പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പ് കുറച്ച് പ്രാക്ടീസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും, 1 hour. പക്ഷേ ആ പ്രാക്ടീസ് കൊടുത്ത സമയത്ത് അവളുടെ കംപ്ലീറ്റ് കോൺഫിഡൻസും നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവളുടെ ആ ടൈമിൽ അവൾക്ക് ഫീൽ ചെയ്തത്. തുടർന്ന് അവൾ വിചാരിച്ചു, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ ടെസ്റ്റ് ചെയ്യാതെ എന്ന് അവൾ ചിന്തിച്ചു പോയി. അപ്പോഴാണ് അവൾ ഓർക്കുന്നത്, അല്ല, ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യം. മാധവനോട് അപ്പം തന്നെ അവൾ പ്രാർത്ഥിച്ചു, എന്നെ സഹായിക്കണേ അമ്മയെന്ന്. തുടർന്ന് അവൾ ടെസ്റ്റിന് അറ്റംപ്റ്റ് ചെയ്യുകയും വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ സഹായ അനുഭൂതിയുള്ള ഒരു ലേഡി വരികയും ഇവളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവുകയും തുടർന്ന് ഇവളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവളെ പാസ്സാവുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ UK എനർജി കമ്പനീസ് ഒരുപാടുണ്ട്. അവിടെ ഇപ്പം നമ്മുടെ നാട്ടിലെ KSEB മാത്രമാണ്, പക്ഷേ അവിടെ ഒരുപാട് ഇലക്ട്രിസിറ്റി കമ്പനികളുണ്ട്. അപ്പോൾ താരിഫുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എന്നിൽ നിന്ന് അവർ ഏകദേശം ഒരു 3000 പൗണ്ട് ഈക്വൽ ടു ഒരു 3 lakhs ഇന്ത്യൻ മണി അവർ എക്സസ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി കളയുകയായിരുന്നു, നീണ്ടു പോവുകയായിരുന്നു. എന്നെ കോൺടാക്ട് ചെയ്യുന്നില്ല, ഇമെയിൽ അയച്ചിട്ട് റെസ്പോൺസ് ഇല്ല, അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഇത് എഴുതി ഒരു പേപ്പറിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചെല്ലുമ്പോൾ ഞാനിത് പ്രത്യേകം എഴുതി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് ഉടൻ തന്നെ എനിക്ക് ഇമെയിൽ വന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ഉടനടി പരിഹരിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ. തുടർന്ന് ഒരു ദിവസം എൻ്റെ ഡ്യൂട്ടി ടൈമിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു, മെസ്സേജ് വരും, ലാസ്റ്റ് ഡേറ്റായി, എനിക്ക് അവർ തരേണ്ട ഡേറ്റ് കഴിയാൻ പോകുന്നു. ആ ദിവസം വരെ എനിക്ക് ഇവരെ യാതൊരു വിധത്തിലുള്ള കോൺടാക്ട്സും ലഭിക്കുന്നില്ല. ഫൈനലി എൻ്റെ ജോലി സമയത്തിന് ഇടയ്ക്കാണ് എനിക്ക് ഇവരെന്നെ കോൺടാക്ട് ചെയ്യുകയും ഇവരോട് സംസാരിക്കുകയും തുടർന്ന് അത് സെറ്റിൽ ചെയ്യുകയും എൻ്റെ ഫുൾ എമൗണ്ട് അവർ തിരിച്ചു തരികയും ചെയ്തു. അതിനും ഞങ്ങൾ കൃപാസനമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, എൻ്റെ കൂട്ടുകാർക്ക്. അത് അവരില്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനും കൂടി ഒരിക്കൽ കൂടി ദൈവമാതാവിനും പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഇംഗ്ലീഷ് പേപ്പറുകളും മലയാളം പേപ്പറുകളും വാങ്ങിച്ചു കൊണ്ടുപോയി. മലയാളം പേപ്പർ മലയാളികൾക്കും ഇംഗ്ലീഷ് പേപ്പർ ഇംഗ്ലീഷ് വീടുകളിലും ഇംഗ്ലീഷ് ചർച്ചിലും കൊണ്ടുപോയി ഞങ്ങൾ വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ എല്ലാ മാസവും കുമ്പസാരിക്കും. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് എന്നോട് ചോദിക്കുന്നവരോ അല്ലെങ്കിൽ എനിക്ക് അവരെ കണ്ടപ്പോൾ സഹായ അനുഭൂതി, അതായത് അവരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തികൾക്കോ ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട്. കൂടാതെ UK ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും ഇങ്ങനെ ഫുഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ടിൻ്റെങ്കിലും ഇതിൽ നിന്നൊരു ദശാംശം പോലെ ഷോപ്പിംഗ് നടത്തിയിട്ട് ആ ബോക്സിലിട്ട് കഴിഞ്ഞാൽ അത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ കൊണ്ട് വിതരണം ചെയ്തുകൊള്ളും. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ ചെയ്യാറുണ്ട്. തുടർന്നും ഉടമ്പടിയിലായിരിക്കുവാനും അച്ഛൻ എന്നും പറയുന്നത് പോലെ തന്നെ നിത്യതയിലേക്ക് വേണ്ടിയുള്ള ചവിട്ടുപടിയായി ഈ ഉടമ്പടിയെ ഞങ്ങൾ കാണുന്നു. വീണ്ടും ഇവിടെ നല്ലൊരു സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. മാതാവേ, അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 71:16. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും, ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. വർഗീസ് തളിയൻ എന്ന ഈ സഹോദരനും മകളും കൃപാസന മാതാവിലൂടെ ലഭിച്ച 3 ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തേത് 20 വർഷത്തിലേറെയായി ക്ലേശം അനുഭവിച്ചിരുന്ന വാതക്കുരു എന്ന രോഗവും അതിൻ്റെ അസ്വസ്ഥതകളും പൂർണ്ണമായി സൗഖ്യപ്പെട്ടതും മാറിയതുമാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ, അത് മാത്രം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ മാറിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് UK ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നേടുക ഏറെ ക്ലേശകരമായ ഒരു കാര്യമാണ്. 2, 3, 4, 5 തവണ
അതിനുവേണ്ടി അപ്പിയർ ചെയ്യുകയും നല്ല രീതിയിൽ പണമുടക്ക് ഉള്ളൊരു കാര്യം കൂടിയാണ്. അവിടെ മകളതിനു വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് അപ്പൻ പറയുന്നത്, കൃപാസന മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് നീ വാക്ക് തന്നാൽ അമ്മ മാതാവ് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നിനക്ക് വിജയം നൽകുമെന്ന്. മകളത് സന്തോഷത്തോടെ വാക്ക് കൊടുക്കുന്നു. ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പ് കയ്യിൽ കൊണ്ടുപോയി അത് ആ വാഹനത്തിൽ ഉപയോഗിച്ചും മകളതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി ചെല്ലുന്നു. അവിടെ മകൾ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി, 1 മണിക്കൂർ മുമ്പ് ഒരു ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ മകൾക്ക് ലൈസൻസ് നേടുന്നതിന് മുമ്പുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിലാണ് മകൾ ആകെ പരിഭ്രമിച്ചു പോയതും ഉള്ള ആത്മവിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ടതും. അപ്പോഴാണ് വീണ്ടും അത് പങ്കെടുക്കാതെ പോന്നാലോ എന്ന് ഓർക്കുന്ന നിമിഷങ്ങളിലാണ് കൃപാസനം അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ വാക്കിനെ ഓർക്കുന്നതും അമ്മയോട് പ്രാർത്ഥിക്കുന്നതും. ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ മകളുടെ ആ ഒരു അമ്മയുടെ തിരുമുമ്പിലെത്തി സാക്ഷ്യപ്പെടുത്താമെന്ന നല്ല മനസ്സിനെ, ആ സമർപ്പണത്തെ കാണുന്നു. കുടുംബത്തിൻ്റെ ഉടമ്പടിയിലുള്ള പ്രാർത്ഥനയെ വിലമതിക്കുന്നു. അങ്ങനെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ മകള് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനെ സാക്ഷ്യപ്പെടുത്തി. മൂന്നാമത്തത് 3000 പൗണ്ടോളം ലഭിക്കുവാനുള്ളത് ഏറെ നാളായി അത് കമ്പനിയുമായി സംസാരിച്ച് ലഭിക്കാതെ വന്നതും അമ്മയുടെ നിയോഗത്തിൽ എഴുതി സമർപ്പിക്കുന്നു. ഒത്തിരി തവണ അവർ വാക്കുമാറി ലഭിക്കാത്തൊരവസ്ഥ നിൽക്കുമ്പോഴും അമ്മയുടെ അരികിൽ വീണ്ടും അത് സമർപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഉദ്ദേശിച്ച സമയത്ത് തന്നെ അമ്മ മാതാവ് ആ പ്രശ്നം പരിഹരിക്കുകയും മുഴുവൻ തുകയും ഒന്നുപോലും മിച്ചമില്ലാതെ തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. സഹോദരൻ പറയുന്നുണ്ട്, ഭൗതികമായ ഈ നന്മകൾ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നിത്യതയെക്കുറിച്ച് ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും അതിലേക്ക് ജീവിക്കുവാൻ വേണ്ടി ഞങ്ങളെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ നിരന്തരം സഹായിക്കുന്നത് കൊണ്ടുമാണ് ഉടമ്പടിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതും ഇനിയും വലിയ സാക്ഷികളുമായി വരണമെന്ന് ആഗ്രഹിക്കുന്നതും. ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും കാതൽ അത് ഈ ലോക ജീവിതത്തിനപ്പുറം ദൈവം ഒരുക്കുന്ന ജീവിതത്തിലേക്ക് വേണ്ടി നിത്യതയുടെ തീരത്തെ കണയുവാൻ പറ്റും വിധം നമ്മുടെ ആത്മശരീരങ്ങളെ ഈ ലോകത്തിൽ പ്രിപ്പയർ ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ഈശോ എങ്ങനെയാണോ പരസ്യ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും പിതാവായ ദൈവത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും തൻ്റെ ആ ദൗത്യം നിർവഹിച്ചത്, അതേ ദൗത്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് നമ്മൾ എക്വിപ്പാകുകയും ധൈര്യമുള്ളവരാവുകയും സന്നദ്ധരാവുകയും തീഷ്ണതയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിത രീതികളിൽ വ്യാപരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളിൽ നിന്നും ഏറ്റവും അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നത്. അപ്രകാരം നിത്യതയോളം എത്തുന്ന ഒരു ദൈവസ്നേഹത്തിൽ വളരുവാൻ നമ്മുടെ എളിയ ജീവിതങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.